ഹലോ. നമ്മളിപ്പോൾ 14 ദിവസം കംപ്ലീറ്റ് ആയിക്കാണ് 30 ചലഞ്ചിൻ്റെ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ 14 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക്. പക്ഷെ 14 ദിവസം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടായിരുന്ന ആ റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഒരു വർഷം ഉണ്ടായിരുന്നില്ല, പിന്നെ ആ ഫ്ലോ ഒക്കെ അങ്ങനെ പോയി. അങ്ങനെ 14 ദിവസം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ. അപ്പോൾ നമ്മളൊരു അനാലിസിസ് പോലെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വീക്കിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്ന് വീക്കിലി അനാലിസിസ്. ഇനിയിപ്പോൾ സെക്കൻഡ് വീക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റിനെ ഇപ്പോൾ മെഡിറ്റേഷൻ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നമ്മളെ വീഡിയോസ് ജസ്റ്റ് ഇട്ട് പറയുന്നുണ്ട്, എന്നാലും നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് മൊത്തത്തിൽ പറയാം. മെഡിറ്റേഷനിൽ ഞാനിപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നേരം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ സമയം പോലെ എനിക്ക് തുടങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഒരു 4-5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടെ ടൈം കൂടുതൽ 10 മിനിറ്റ് കൂടുതലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് പോകും. ആ ഒരു മൂഡ് കിട്ടി, ആ ഒരു ഫ്ലോ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പോകും. അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് പോകാറുണ്ട്. ആ ടൈം സ്പാൻ കൂടി ഉണ്ടല്ലേ, ആ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇടയ്ക്ക് ചില ഭക്ഷണം നമ്മൾ കാമറായ പോലെ ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും അങ്ങനെ എന്നല്ല ഞാൻ പറയണത്, കുറേയും കൂടി നമ്മൾ കാര്യങ്ങളൊക്കെ വരും കുറച്ചുകൂടെ കാമറായി ഡീൽ ചെയ്യാൻ പറ്റി തുടങ്ങി ഇടയ്ക്ക് തോന്നാറുണ്ട്. ഫുള്ളായിട്ടല്ല കേട്ടോ, കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നുണ്ട്. ഇതൊക്കെ മെഡിറ്റേഷൻ കാരണമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ചേഞ്ചസ് ഒക്കെ ഞാൻ ഇതിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നതാണ്. അത് ഇപ്പോൾ ഈ 14 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ടൈം പീരീഡിൽ കണ്ടു തുടങ്ങിയ ചേഞ്ചസാണ് ഞാൻ പറയണത്. മെഡിറ്റേഷൻ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് തീർത്ത് പറയാനുള്ള തെളിവൊന്നും എൻ്റെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടായിരിക്കാൻ ചാൻസ് കൂടുതൽ, അതുകൊണ്ടാവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ അടുത്ത് നമുക്ക് പറയാനുള്ളത് വർക്കൗട്ടിൻ്റെ കേസിൽ ഞാൻ എൻ്റെ ബോഡി കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടിയിട്ടുണ്ട്. എനിക്ക് ഹാംസ്ട്രിങ്സിലെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറച്ചാൾ മുന്നേ തന്നെ. അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റിയുടെ കേസ് നോക്കണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ബോഡിയിൽ നമുക്ക് കുറച്ച് വ്യത്യാസം അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. കുറച്ചും കൂടെ വെയിറ്റ് ലോസ് ആയി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ. വർക്കൗട്ടിൽ വന്നേക്കണത് ആ ഒരു ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസസ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ജേർണലിങ്ങിന്റെ കാര്യത്തിൽ വലുതായിട്ടൊരു ചേഞ്ച് എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഇരിക്കും, ആ തോട്ട്സ് വരും, അങ്ങനത്തെ ഒരു പോലെ തന്നെയാണ്, ഓർഗനൈസ് ചെയ്ത് പോകുന്ന തന്നെയാണ്. കുറച്ചുകൂടെ സ്മൂത്തറായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വലിയൊരു ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ പാകത്തിന് എനിക്ക് ചേഞ്ച് ഇപ്പോൾ വരണില്ല. ഞാൻ കുറച്ചുകൂടെ ജേർണലിൽ ഡിപ്പെൻഡ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ തോട്ട്സുകളൊന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ കൂടുതൽ ജേർണൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാനായിട്ട് പൊതുവെ എഴുതാൻ ശ്രമിക്കാറുണ്ട്, ഇടയ്ക്ക് ചെയ്യാറില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിനും ജേർണലിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് തോട്ട്സ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട്. ജേർണലിങ് ചെയ്യാണ്ട് തോട്ട്സ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത്ര വലിയൊരു ചേഞ്ച് കണ്ടു തുടങ്ങിയിട്ടില്ല. നോക്കട്ടെ, നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ഉള്ളത് ബുക്ക് റീഡിങ് ആണ്. ബുക്ക് വായന ശരിക്കും കുറച്ചുകൂടി ഒരു ഹാബിറ്റായിട്ട് ഡെവലപ്പായി എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ബുക്ക് ഇപ്പോൾ ഞാൻ ഡെയിലി അത്യാവശ്യം വായിക്കുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് കുറഞ്ഞു. ബുക്ക് വായിക്കാണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഉണ്ട് തുടങ്ങിയ സമയത്ത്, അതിപ്പോൾ നന്നായി കുറഞ്ഞുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ലേ, ഇന്നും രാവിലെ എനിക്ക് കുറച്ച് വായിക്കിയപ്പോൾ ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്തപ്പോഴും നമ്മൾ ബുക്ക് വായിക്കുന്നുണ്ട്. ബുക്ക് വായന പിന്നെ എനിക്ക് ആ ബുക്ക് വായന ഇഷ്ടമായതിൻ്റെ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ ഫ്ലോയിൽ ബുക്ക് വായിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ചേഞ്ചസ്. എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാൻ പാടുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ് 4 കാര്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് പറയുന്നത് ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ 2 ആഴ്ച യൂട്യൂബ് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിങ് സംഭവം കുറച്ചുകൂടെ സ്പീഡ് കൂടിയുണ്ടെന്ന് തോന്നുന്നു ഫസ്റ്റത്തേക്കാളും. എഡിറ്റിങ്ങിൻ്റെ ഒരു പേസ് സംഭവം. പിന്നെ ഞാൻ കുറച്ച് കൂടി നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാനും പുതിയ ഐഡിയാസ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഞാൻ യൂട്യൂബിൽ. കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഒബ്സർവേഷൻ കൂടി പോലെ എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. ഇതൊക്കെയാണ് അപ്പോൾ എനിക്കുണ്ടായ ചേഞ്ചസ് ഈ 14 ദിവസം കൊണ്ട്. അപ്പോൾ ഓക്കെ, അധികം പറഞ്ഞ് നീട്ടണില്ല. നമുക്കിനി ബാക്കി എനിക്ക് ഈ അടുത്ത് കുറച്ച് കമൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിനി വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്.